എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. KGTE യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്ക് മുൻ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലേക്ക് നടന്ന 2016 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 24 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ വർക്ക്ഷീറ്റ് കണ്ടെയ്ൻസ് 256 കോളംസ് ആൻഡ് 536 റോസ്. അതായത് എക്സൽ 2003 എണ്ണാണ് ഇത് പറയുന്നത്. 256 കോളവും 67,536 റോസും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വോളറ്റൈൽ മെമ്മറി. താഴെ പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻസ് ഞാൻ പറയാം. EEPROM, ROM, RAM, none of these. EEPROM, ROM, RAM, none of these. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് റാം ആണ്. റാം എന്ന് പറയുന്ന ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റാം എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയാണ്. റാമിൻ്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. വോളറ്റൈൽ മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പവർ സപ്ലൈ ഇല്ലാത്തപ്പോൾ ആ ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റാസ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അതിനെയാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. റോമിനേക്കാൾ സ്പീഡ് കൂടുതൽ റാമിനാണ്, റാൻഡം ആക്സസ് മെമ്മറിക്കാണ്. പക്ഷേ ഇതിന് ഈ ഒരു പവർ സപ്ലൈ ഉള്ളപ്പോൾ മാത്രമേ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ സെക്ഷൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഡോക്യുമെൻറ്റ് യൂസ് ടു പ്ലേസ് ദ നെയിം, പേജ് നമ്പർ എക്സെട്ര. അതായത് ഒരു ഡോക്യുമെൻറ്റിൻ്റെ ടോപ്പ് പൊസിഷനിൽ നെയിം അല്ലെങ്കിൽ പേജ് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെഡർ എന്നാണ്. ഹെഡറിൻ്റെ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. ഫൂട്ടർ എന്ന് പറയുന്നതും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ബോട്ടം സൈഡിൽ ഏറ്റവും താഴെയായിട്ട് കാണപ്പെടുന്ന ഇതുപോലെ പേജ് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ പേജിലും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫൂട്ടർ. ഇതും ഹെഡറും അങ്ങനെ തന്നെ എല്ലാ പേജിലും കാണപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ഫേസ്ബുക്ക്. ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടർ ആരാണ്? മാർക്ക് സുക്കർബർഗ് ആണ് ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീസ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ്. അതായത് പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് ചോദിച്ചിരിക്കുന്നത്. Ctrl+M ആണ്. MS വേർഡിൽ ഒരു പുതിയ പേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ Ctrl+N ആണ്. പക്ഷേ ഒരു പുതിയ സ്ലൈഡ് പവർ പോയിന്റിൽ പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+M ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സോർട്ട് കമാൻഡ് ഈസ് യൂസ്ഡ് ഫോർ. സോർട്ട് കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറേഞ്ചിങ് ഡാറ്റ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോർട്ട് കമാൻഡ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് മെയിൻ ഡോക്യുമെൻറ്റ് വിത്ത് ദ ഡാറ്റ സോഴ്സ്. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് മെയിൻ ഡോക്യുമെൻറ്റ് വിത്ത് ദ ഡാറ്റ സോഴ്സ്. ആൻസർ മെയിൽ മെർജ് ആണ്. മെയിൽ മെർജിൻ്റെ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം ഇത് മെയിൽ മെർജ് എന്നുള്ളതല്ല പഠിച്ചു വെക്കേണ്ടത്, ആ ക്വസ്റ്റ്യനാണ് പഠിച്ചു വെക്കേണ്ടത്. മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ മെയിൻ ഡോക്യുമെൻറ്റും ഡാറ്റ സോഴ്സും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. അതായത് ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ് ലിസ്റ്റോ അല്ലെങ്കിൽ നെയിംസോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അത് മെയിൻ ഡോക്യുമെൻ്റായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരു ലെറ്റർ ഒന്നിലധികം പേർക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ, വേറെ അഡ്രസ്സിൽ സെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫീച്ചറാണ് മെയിൽ മെർജ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ. താഴെ പറയുന്നവയിൽ ഒരു വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, MS ഓഫീസ്, സഫാരി, മോസില്ല ഫയർഫോക്സ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, MS ഓഫീസ്, സഫാരി, മോസില്ല ഫയർഫോക്സ്. ആൻസർ MS ഓഫീസ് ആണ്. MS ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ സ്യൂട്ടാണ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, സഫാരി, മോസില്ല ഫയർഫോക്സ് തുടങ്ങിയവ വെബ് ബ്രൗസറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS PowerPoint ദ പേജ് സെറ്റപ്പ് ബട്ടൺ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ. ഇതും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. MS PowerPointൽ പേജ് സെറ്റപ്പ് ബട്ടൺ
എവിടെയാണ് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസൈൻ ടാബിലാണ് പേജ് സെറ്റപ്പ് ബട്ടൺ കാണപ്പെടുന്നത് MS പവർ പോയിന്റിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ CPU ആണ് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS Word 2007 മാക്സിമം സൂം ഈസ് ഡാഷ് പെർസെൻറ്റേജ്. MS Word 2007 മാക്സിമം സൂം പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 500 ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 500 MS Word 2007 മാക്സിമം സൂം പെർസെൻറ്റേജ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ്റ്റൻഷൻ ഓഫ് എ പെയിൻറ്റ് ഫയൽ. ഒരു പെയിൻറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ .bmp. .bmp ആണ് ഒരു പെയിൻറ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. താഴെ പറയുന്നവയിൽ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ജാവ, കാസ്പെർസ്കി, മെക്കഫി, നോർട്ടൺ. ജാവ, കാസ്പെർസ്കി, മെക്കഫി, നോർട്ടൺ. അതിൽ ജാവയാണ്. ജാവ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. അതിൽ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് MS Word ആണ്. MS Word ആണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഫംഗ്ഷൻ ഡിസ്പ്ലേസ് റോ ഡാറ്റ ഇൻ എ കോളം ഓർ കോളം ഡാറ്റ ഇൻ എ റോ. വാട്ട് ഫംഗ്ഷൻ ഡിസ്പ്ലേസ് റോ ഡാറ്റ ഇൻ എ കോളം ഓർ കോളം ഡാറ്റ ഇൻ എ റോ. അതായത് റോ ഡാറ്റ, അതായത് വരികളിലുള്ള ഡാറ്റ കോളത്തിലുള്ള ഡാറ്റ വരിയിലും ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് റോ ഡാറ്റേനെ കോളം ഡാറ്റയാക്കിയിട്ട് മാറ്റുന്നു, കോളം ഡാറ്റേനെ റോ ഡാറ്റയാക്കിയിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോസ് എന്നുള്ള ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ജിഗാബൈറ്റ്സ് ഈക്വൽ ടു 1 ടെറാബൈറ്റ്. 1024 ജിഗാബൈറ്റ്സ് ഈക്വൽ ടു 1 ടെറാബൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സ്യൂട്ടാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സ്യൂട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. URL സ്റ്റാൻഡ്സ് ഫോർ. URLൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഫുൾ ഫോംസ് പഠിച്ചു വെക്കുക. ASCII, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. പിന്നെ LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക് തുടങ്ങിയവയൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പവർ പോയിന്റ് വ്യൂ ഡിസ്പ്ലേസ് ഈച്ച് സ്ലൈഡ് ഓഫ് ദ പ്രസൻറ്റേഷൻ ആസ് എ തംബ്നെയിൽ ഡിസ്പ്ലേ. വിച്ച് പവർ പോയിന്റ് വ്യൂ ഡിസ്പ്ലേസ് ഈച്ച് സ്ലൈഡ് ഓഫ് ദ പ്രസൻറ്റേഷൻ ആസ് എ തംബ്നെയിൽ ഡിസ്പ്ലേ. സ്ലൈഡ് സോർട്ടറാണ്. അപ്പോൾ ഏത് പവർ പോയിന്റ് വ്യൂ ആണ് ഓരോ സ്ലൈഡിൻ്റെയും പ്രസൻറ്റേഷനെ തംബ്നെയിലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ലൈഡ് സോർട്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടു ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ ഇൻ എ വിൻഡോ. ഒരു വിൻഡോയിൽ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ റൈറ്റ് ക്ലിക്ക് പ്ലസ് ന്യൂ ഫോൾഡർ. അപ്പോൾ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഓപ്ഷൻസിൽ ലെഫ്റ്റ് ക്ലിക്ക് വരും, അതൊന്നും ലെഫ്റ്റ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക് തുടങ്ങിയവയൊക്കെ വരും. അപ്പോൾ റൈറ്റ് ക്ലിക്കാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ഇൻപുട്ട് ഡിവൈസസ്. അതായത് താഴെ പറയുന്ന ലിസ്റ്റിൽ ഏതിലാണ് ഇൻപുട്ട് ഡിവൈസസ് മാത്രം ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മൗസ്, കീബോർഡ്, സ്കാനർ. മൗസ്, കീബോർഡ്, സ്കാനർ. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസസും ഇൻപുട്ട് ഡിവൈസസിൻ്റെയും എക്സാമ്പിൾസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോപ്പി കമാൻഡ് സേവ്സ് ദ കണ്ടന്റ് ടെമ്പററിലി ടു. അതായത് കോപ്പി കമാൻഡ് വഴി കണ്ടൻറ്റ് സേവ് ചെയ്തിരിക്കുന്നു. ടെമ്പററി ആയിട്ട് സേവ് ചെയ്യുന്നത് ക്ലിപ്പ് ബോർഡിലാണ്. അതായത് കോപ്പി ചെയ്ത ഐറ്റംസും കട്ട് ചെയ്ത ഐറ്റംസും ഒക്കെ ടെമ്പററി സ്റ്റോർ ചെയ്യുന്നത് ക്ലിപ്പ് ബോർഡിലാണ്. ക്ലിപ്പ് ബോർഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 24. അതൊന്ന് ഓർത്ത് വെക്കുക. എനിക്കിപ്പം ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞു എന്നേ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. MS Excel ഡിസ്പ്ലേസ് ദ അഡ്രസ് ഓഫ് ദ ആക്റ്റീവ് സെൽ ഇൻ ദ. അതായത് MS Excel ആക്റ്റീവ് സെല്ലിൻ്റെ അഡ്രസ്സ് എന്തിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർമുല ബാറിലാണ് MS Excel ആക്റ്റീവ് ആയിട്ടുള്ള സെൽ അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത്.
അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 24 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.